കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലെ ജന്തർ മന്തർ സാക്ഷ്യം വഹിച്ച സംഭവബഹുലമായ കാര്യങ്ങളാണ് നമ്മൾ ഒന്നിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച സമരം പിന്നീട് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് CJP എന്ന പേരിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ആ സമരം വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി മാറി. എന്നാൽ ഇപ്പോൾ ഇതാ ഈ സമരവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുകയാണ്. സോനം വാങ്ചുക് തന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പുകളെ തുടർന്ന് അദ്ദേഹം സമരം പിൻവലിച്ചപ്പോൾ അത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും രാജ്യവിരുദ്ധ ശക്തികൾക്കും ഏറ്റിട്ടുള്ള കനത്ത തിരിച്ചടിയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ജന്തർ മന്തറിൽ സംഭവിച്ചത്? വിദ്യാർത്ഥികളുടെ സമരത്തെ എങ്ങനെയാണ് ചിലർ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഹൈജാക്ക് ചെയ്തത്? സോനം വാങ്ചുകിനൊടുവിൽ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ പ്രതിപക്ഷം എങ്ങനെ ഒറ്റപ്പെട്ടു? ഈ സമരം നൽകുന്ന രാഷ്ട്രീയ പാഠങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. തുടക്കത്തിൽ വളരെ സമാധാനപരമായി വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമായി തുടങ്ങിയതായിരുന്നു ജന്തർ മന്തറിലെ പ്രതിഷേധം. ലക്ഷക്കണക്കിന് നീറ്റ് വിദ്യാർത്ഥികളുടെ ഭാവി ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി രംഗത്തെത്തിയത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സമരം അതിൻ്റെതായ വഴി മാറി. സംഘർഷങ്ങളും റോഡിലെ തടസ്സങ്ങളും പോലീസ് നടപടികളും കൊണ്ട് ജന്തർ മന്തർ പ്രക്ഷോഭ ഭൂമിയായി മാറി. ഇതിന്റെ മുൻനിരയിലുണ്ടായിരുന്ന സോനം വാങ്ചുക് അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും വലിയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തെ സർക്കാരുകൾ അടിച്ചമർത്തുന്നു എന്നാരോപിച്ച പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വരുന്നത്. വിദ്യാർത്ഥികളുടെയും മറ്റും യഥാർത്ഥ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനേക്കാൾ ഉപരിയായി ഈ സമരത്തെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടാനും അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുമാണ് പ്രതിപക്ഷ നേതാക്കൾ ശ്രമിച്ചത് എന്നത് വ്യക്തം. സമരത്തിന്റെ പേരിൽ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാനും അതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ മൈലേജ് വർദ്ധിപ്പിക്കാനും ചില ബാഹ്യശക്തികളും രാജ്യവിരുദ്ധ ശക്തികളും ഇതിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നത് കാണാതിരിക്കാൻ കഴിയില്ല. നോക്കൂ പ്രേക്ഷകരെ, ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. ഇത്രയും ദിവസങ്ങളായി നീറ്റ് വിഷയത്തിൽ വലിയൊരു സമരം നടക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് സോനം വാങ്ചുകിന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഭാഗത്തു നിന്ന് വളരെ കൃത്യമായ ഉറപ്പുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പരീക്ഷാ വ്യവസ്ഥകളിൽ സുതാര്യത കൊണ്ടുവരുമെന്നും വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കാൻ സർക്കാർ നേരിട്ട് ഇടപെടുമെന്നുള്ള ഉറപ്പിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് സോനം വാങ്ചുക് തന്റെ 26 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചത്. സമരപന്തലിൽ വെച്ച് കേന്ദ്രമന്ത്രി JP നദ്ദ നൽകിയ ജ്യൂസ് കുടിച്ചാണ് അദ്ദേഹം സമരം പിൻവലിച്ചത്. രാജ്യത്തിന്റെ താല്പര്യങ്ങളും സമാധാനവും മുൻനിർത്തി സർക്കാർ നൽകിയ ഈ വാഗ്ദാനങ്ങൾ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ മുതലെടുക്കാൻ നോക്കിയ പ്രതിപക്ഷ പാർട്ടികൾക്കും രാജ്യവിരുദ്ധ ശക്തികൾക്കും ഏറ്റിട്ടുള്ള കനത്ത പ്രഹരമായി മാറുകയായിരുന്നു. സമരത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും ഇതിലൂടെ ഒറ്റയടിക്ക് തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു ചെറിയ ആയുധം വീണു കിട്ടിയാൽ അത് പരമാവധി നല്ല രീതിയിൽ പ്രയോഗിക്കാൻ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഒരിക്കലും മടിക്കില്ല എന്നുള്ളത് രാജ്യത്തിന് അറിയാവുന്ന കാര്യമാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതിലുപരി ഡൽഹിയിലെ സമരങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ മൈലേജിനായി ഉപയോഗിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കുമെന്ന കണക്കുകൂട്ടലായിരുന്നു കോൺഗ്രസും മറ്റു പാർട്ടികളും. മോദി സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ കിട്ടിയ ഈ അവസരം രാഹുൽ ഗാന്ധിയും സംഘവും വളരെ കൃത്യമായി തന്നെ ഹൈജാക്ക് ചെയ്യാൻ നോക്കി. എന്നാൽ സോനം വാങ്ചുക് സമരം അവസാനിപ്പിച്ചതോടെ പ്രതിപക്ഷത്തിന്റെ ആ ആയുധം തന്നെയാണ് അവരുടെ കയ്യിൽ തന്നെ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. എന്നാൽ പ്രേക്ഷകരെ, ഇതിലും വലിയൊരു ഗൂഢാലോചനയാണ് ഈ സമരത്തിന് പിന്നിൽ മറഞ്ഞിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്ത് എവിടെയെങ്കിലും ചെറിയൊരു സമരവും മറ്റുണ്ടായാൽ അതിലേക്ക് നുഴഞ്ഞു കയറി രാജ്യത്ത് വലിയ തോതിലുള്ള അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ചില ബാഹ്യശക്തികളും രാജ്യവിരുദ്ധ ശക്തികളും നമ്മുടെ രാജ്യത്തുണ്ട്. വിദ്യാർത്ഥികളുടെ സമരത്തെ തങ്ങളുടെ അജണ്ടകൾക്കായി ഉപയോഗിച്ച ക്രമസമാധാനം തകർക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ ഈ കളിയിലെ യഥാർത്ഥ മാസ്റ്റർ സ്ട്രോക്ക് എന്താണെന്ന് വെച്ചാൽ
പ്രതിപക്ഷത്തിന്റെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും ഈ കുതന്ത്രങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് മോദി സർക്കാർ പൊളിച്ചടുക്കിയത്. പ്രതിസന്ധികളെ എങ്ങനെയൊക്കെ നേരിടണം, രാജ്യത്തിന്റെ സമാധാനം എങ്ങനെ സംരക്ഷിക്കണമെന്ന് മോദി സർക്കാരിന് കൃത്യമായി അറിയാം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സമരം ഒടുവിൽ അവസാനിച്ച രീതി. രാജ്യത്തെ വിഭജിക്കാൻ നോക്കിയവർക്ക് ഒടുവിൽ നിരാശ മാത്രമാണ് ബാക്കിയായത്. ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ സമരത്തെ രാഷ്ട്രീയ ആയുധമാക്കാനും മുതലെടുപ്പ് നടത്താനുമുള്ള ശ്രമങ്ങളെ സോനം വാങ്ചുകിന്റെ ഭാര്യ ഗീതാഞ്ജലി വളരെ ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും നടത്തിയ പ്രതിഷേധം തികച്ചും ആത്മാർത്ഥയില്ലാത്ത ഒന്നാണെന്ന് അവർ തുറന്നടിച്ചു. യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ചെന്ന് നിൽക്കുകയാണ് അവർ ചെയ്യേണ്ടിയിരുന്നതെന്നും അല്ലാതെ രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുകയല്ല വേണ്ടതെന്നും അവർ വ്യക്തമാക്കി. പൊതുജനങ്ങളെ ഇനി ആർക്കും എളുപ്പത്തിൽ വിഡ്ഢികളാക്കാൻ കഴിയില്ലെന്നും ഇത് ഉണർന്ന് ചിന്തിക്കുന്ന പുതിയൊരു ഇന്ത്യയാണെന്നും ഈ ഗീതാഞ്ജലി മുന്നറിയിപ്പ് നൽകുകയാണ് ശരിക്കും ഉണ്ടായത്. സമരത്തിന്റെ പേരിൽ പ്രതിപക്ഷം നടത്തുന്ന ഇത്തരം രാഷ്ട്രീയ കളികളെയാണ് കുടുംബം പരസ്യമായി തള്ളിക്കളഞ്ഞത്. അപ്പോൾ പ്രേക്ഷകരെ, ഇവിടെ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായ ചില സത്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഡൽഹിയിൽ നടന്ന സംഭവ വികാസങ്ങൾ ഒന്ന് കൂട്ടിവെച്ച് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് പകൽ പോലെ വ്യക്തമാവും. രാഹുൽ ഗാന്ധിയും കൂട്ടരും ഈ നീറ്റ് സമരത്തെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഒരു ആയുധമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. അല്ലാതെ ഒരിക്കലും രാജ്യത്തെ വിദ്യാർത്ഥികളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടോ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആധാരം കൊണ്ടോ ആയിരുന്നില്ല ആ പ്രതിഷേധങ്ങളൊന്നും. ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് മറ്റാരും പറഞ്ഞതല്ല, നമ്മൾ കേട്ടത്, മറിച്ച് സോനം വാങ്ചുകിന്റെ ഭാര്യ തന്നെ വളരെ വ്യക്തമായി തുറന്നടിച്ചതാണ്. സമരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ പ്രതിപക്ഷം കാണിച്ചു കൂട്ടിയതൊക്കെ വെറും രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണെന്ന് അവരുടെ വാക്കുകൾ ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുകയല്ല, മറിച്ച് ഡൽഹിയിലെ സമരപന്തലിൽ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഷോ കാണിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ചെയ്തത്. മോദി സർക്കാരിനെതിരെ ജനങ്ങളെ ഇളക്കി വിടാനും രാജ്യത്ത് അശാന്തിയും അസ്ഥിരതയും സൃഷ്ടിക്കാനാണ് മാത്രമാണ് അവർ ഈ അവസരം ഉപയോഗിച്ചത്. എന്നാൽ സമരം ചെയ്ത സോനം വാങ്ചുകിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സർക്കാരിന്റെ യഥാർത്ഥ നിലപാടും കാര്യങ്ങളും മനസ്സിലായപ്പോൾ അവർ നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. അതോടെ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ആയുധവും അവരുടെ തന്നെ കയ്യിൽ പൊട്ടിത്തെറിച്ചു. അതായത് ഒരു കൂട്ടം യുവാക്കൾ ചേർന്നുണ്ടാക്കിയ സംഘടനയാണെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ CJPയുടെ മറവിൽ പ്രതിപക്ഷം നടത്തിയ ആ നീക്കം, അതെ, മോദി സർക്കാരിനെ താഴെയിടാൻ കിട്ടിയ ഏറ്റവും വലിയ ആയുധമായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ കണ്ടത്. എന്നാൽ അവസാനം സംഭവിച്ചതോ അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും പൂർണ്ണമായും തെറ്റിപ്പോയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ എത്ര വേഗത്തിലും കൃത്യതയോടെയുമാണ് സർക്കാർ നിയമപരമായ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചതെന്ന്. സർക്കാരിന്റെ ആ ഉറപ്പിൽ വിശ്വസിച്ചാണ് സോനം വാങ്ചുക് തന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചതും. സമരത്തിന്റെ പിന്നിൽ നിന്ന് കളിച്ച് ഞങ്ങൾ ഇതിലൊന്നുമില്ല, ഇതൊരു വിദ്യാർത്ഥി സമരം മാത്രമാണെന്ന് വരുത്തി തീർത്താൽ ജനങ്ങൾ ആരും വെറുതെ ഇരിക്കുമെന്ന് കരുതേണ്ട. ജനങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ജനങ്ങൾ എന്താ മണ്ടന്മാരാണോ, തങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്നും ഈ സമരത്തിന് പിന്നിൽ ആരൊക്കെയാണ് പിന്നിൽ നിന്ന് വലിക്കുന്നതെന്നും നമ്മുടെ നാട്ടിലെ ഓരോ പൗരനും കൃത്യമായി തിരിച്ചറിയാനുള്ള ബോധമുണ്ട്. വിദ്യാർത്ഥികളുടെ നീതിക്കായുള്ള സമരത്തെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത് ശരിയാണോ, അതോ വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ച് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതില്ലേ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്ന പ്രതിപക്ഷത്തിന്റെ ആ വ്യാമോഹം തന്നെയാണ് ഇവിടെ പാടെ തകർന്നു വീണിരിക്കുന്നത്. ഈ രാഷ്ട്രീയ നാടകങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.